എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദൈവം തമ്പുരാൻ ദാനമായി നൽകി. യോഹന്നാൻ തൻ്റെ ആദ്യത്തെ ദൂത് എഫെസോസിലേക്ക് അയക്കാൻ ഒരു കാരണം എഫെസോസിൻ്റെ ചരിത്ര പ്രാധാന്യമാണ്. അന്നത്തെ ആസ്യയുടെ തലസ്ഥാനം പെർഗമോസ് ആയിരുന്നു. എങ്കിലും ഏറ്റവും വലിയ നഗരം എഫെസോസ് ആയിരുന്നു. ആസ്യയിലെ ദീപം എന്ന് ഒരു പുരാതന എഴുത്തുകാരൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊട്ടും അതിശയോക്തിയല്ല. എഫെസോസ് ആസ്യയുടെ പര്യായം തന്നെയായിരുന്നു. യോഹന്നാന്റെ കാലത്ത് എഫെസോസ് ആസ്യയിലെ ഏറ്റവും വലിയ തുറമുഖ നഗരമായിരുന്നു. അതുമാത്രമല്ല, ഒരു സുപ്രധാന നദിയുടെ തുറമുഖത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം വിസ്തൃതമായ താഴ്വര പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് വാണിജ്യ വ്യവസായ പാതകളുടെ സംഗമ സ്ഥലം കൂടിയായിരുന്നു. വളരെ ദൂരത്തിൽ നിന്ന് ഉള്ള റോഡുകളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ മെസപ്പൊത്തോമിയ, കൊലോസിയ, ലവോദോക്യ, യൂഫ്രട്ടീസ് മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ഗലേഷ്യ, സർദീസ് മുതലായ സുപ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളും എഫെസോസിനോട് ബന്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് എഫെസോസിനെ ഏഷ്യയുടെ വാണിജ്യ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ യോഹന്നാൻ നൽകുന്ന വിവരണങ്ങൾ എഫെസോസിലെ വാണിജ്യ വ്യവസായങ്ങളുടെയും ധനസമൃദ്ധിയുടെയും ഒക്കെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു. എഫെസോസ് ഏഷ്യയിലേക്കുള്ള പ്രവേശന കവാടം കൂടെയായിരുന്നു. ബോംബെ നഗരത്തെ ഇന്ത്യയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ഏഷ്യയുടെ കവാടം, ഗേറ്റ് വേ എന്ന് എഫെസോസ് നഗരത്തെ വിശേഷിപ്പിച്ചിരുന്നു. ആസ്യയിലേക്ക് വരുന്ന റോമ ഗവർണർ എഫെസോസിലൂടെ വരണം എന്നായിരുന്നു നിയമം. ക്രിസ്തീയ രക്തസാക്ഷികളുടെ രാജപാത എന്ന വിശുദ്ധ ഇഗ്നാത്തിയോസ് എഫെസോസിനെ വിശേഷിപ്പിച്ചു. ഐശ്വര്യസമൃദ്ധമായ ഈ നഗരം പ്രാചീന ലോകത്തിലെ മായച്ചന്തയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായി എഫെസോസിന് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. റോമാ ഗവൺമെൻറ് ആഭ്യന്തര ഭരണ സ്വാതന്ത്ര്യം ഈ നഗരത്തിന് കൊടുത്തിരുന്നു. സാമ്രാജ്യത്തോട് കൂറു പുലർത്തുന്നതിൽ 1-ാം സ്ഥാനം അതിന് ലഭിച്ചിരുന്നത് കൊണ്ടാണ് ഈ പദവി നൽകിയത്. അതുകൊണ്ട് റോമാ സൈന്യത്തെ അവിടെ പാർപ്പിച്ചിരുന്നില്ല. ആണ്ടുതോറും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ റോമാ ഗവർണറുടെ ആഗമനത്തിങ്കൽ ഏറ്റവും ആർഭാടപൂർവമായ ചടങ്ങുകൾ അവിടെ നടത്തുന്നത് ഒരു പ്രത്യേക പദവിയായിരുന്നു. അതുകൂടാതെ ഏഷ്യയിലെ ചരിത്രപ്രധാനവും സുപ്രസിദ്ധവുമായ കായിക അഭ്യാസങ്ങളുടെ ആസ്ഥാനമായിരുന്നു എഫെസോസ്. അർത്തമീസ് ദേവന്റെ ആരാധനാ കേന്ദ്രം ഇവിടെയാണ്. അർത്തമീസ് ദേവാലയം എന്ന് പറയുന്നത് പ്രാചീന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഏകദേശം 405 അടി നീളം, 220 അടി വീതിയുള്ള ഈ ദേവാലയം അനേക ഗോത്രങ്ങളും ഭാഷക്കാരും ജാതികളുമൊക്കെ ചേർന്നുള്ള സങ്കര നഗരമായി എഫെസോസിനെ വിലയിരുത്തുന്നു. 6 പ്രധാന ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് ആദിവാസികളാണ്. മറ്റൊന്ന് അഥീനിയൻ നിവാസികളുടെ പിൻഗാമികൾ. 3 ഗോത്രങ്ങൾ ഗ്രീക്ക് വംശജരും ബാക്കി 1 യഹൂദന്മാരുമായിരുന്നു. മതകേന്ദ്രമായിരുന്ന എഫെസോസ് അസാൻമാർഗികതയുടെയും കുറ്റവാളികളുടെയും സങ്കേതമായിരുന്നു എന്നതാണ് ഒരു കോൺട്രഡിക്ഷൻ.
കുറ്റവാളികൾക്ക് അവിടെ അഭയം നൽകിയിരുന്നു. ദേവദാസികളുടെ അംഗീകാരം സാഹചര്യത്തെ കൂടുതൽ വഷളാക്കി. തത്വജ്ഞാനിയായിരുന്ന ഹെറാക്ലീറ്റസ് എഫെസോസിനെ കുറിച്ച് വിലപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ സുവിശേഷം വിതയ്ക്കപ്പെടുകയും ക്രിസ്തു സഭ പ്രബലപ്പെടുകയും ചെയ്തത് ഒരു വിരോധാഭാസമായി തോന്നാം. പൗലോസ് അപ്പോസ്തലൻ ദീർഘനാൾ താമസിച്ച് പ്രവർത്തിച്ചത് എഫെസോസിലായിരുന്നു. അവിടെ സഭ സ്ഥാപിച്ചത് മുതൽ തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ തലസ്ഥാനമായി പൗലോസ് ഈ നഗരത്തെയാണ് ഉപയോഗിച്ചിരുന്നത്. ആദിമ ക്രൈസ്തവ സാഹിത്യ കൃതികൾ പ്രധാനമായി എഫെസോസിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രഥമ അധ്യക്ഷനായിരുന്ന തിമോത്തിയോസ് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരുന്നത് എഫെസോസിനോടാണ്. 1 തിമോത്തിയോസ് 1 അധ്യായം 3 വാക്യത്തിൽ നമുക്കത് കാണാം. അക്വില, പ്രിസ്കില്ല, അപ്പല്ലോസ് മുതലായ പ്രഗത്ഭരായ സഭാംഗങ്ങൾ എഫെസോസിൽ താമസിച്ച് പ്രവർത്തിച്ച് വന്നിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അന്തിമ വിടവാങ്ങൽ സന്ദേശം എഫെസോസിലെ മൂപ്പന്മാരെ സംബോധന ചെയ്താണ് എഴുതിയത്. അത് അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിലുണ്ട്. പിൽക്കാലത്ത് യോഹന്നാൻ എഫെസോസിലെ സഭാ നേതാവായി. യേശുവിൻ്റെ അമ്മയായ മറിയയെ എഫെസോസിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നുവെന്നും മറിയ അവിടെ വെച്ച് മരിച്ച് അടക്കപ്പെട്ടുവെന്നുമൊക്കെ ചില ഐതിഹ്യവും നിലവിലുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് എഫെസോസിലെ ക്രിസ്തീയ സഭയും ക്രിസ്തുവും എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് രേഖപ്പെടുത്തുന്നു. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി 2 വിവരണങ്ങളോട് കൂടിയാണ് യോഹന്നാൻ ദൂത് ആരംഭിക്കുന്നത്. ഒന്ന്, 7 നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചിരിക്കുന്നവൻ്റെ ചിത്രം. 7 നക്ഷത്രങ്ങൾ 7 സഭയെ സൂചിപ്പിക്കുന്നുവെന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. സഭകളെ ക്രിസ്തു സ്വന്തം കൈകളിൽ വഹിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ സഭകളെ ബലമായി പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. ഗ്രീക്ക് പദപ്രയോഗത്തിൻ്റെ അർത്ഥം വസ്തുവിനെ മുഴുവനായി കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നാണ്. അതായത് വസ്തുവിൻ്റെ ഭാരം മുഴുവൻ പിടിച്ചിരിക്കുന്ന ആൾ അത് വഹിക്കുന്നു. സഭയുടെ നിയന്ത്രണം ക്രിസ്തുവിൻ്റെ കയ്യിലായിരിക്കുന്ന കാലത്തോളം സഭയ്ക്ക് ദോഷം ചെയ്യാൻ ആർക്കും കഴിയില്ല. യോഹന്നാൻ 10:28 അവ ഒരു നാൾ നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കൈകളിൽ നിന്ന് പറിച്ച് കളകയില്ല എന്ന് കർത്താവ് പറയുന്നു. സാർവത്രിക സഭ മുഴുവൻ ക്രിസ്തുവിനാൽ വഹിക്കപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത് പറയുന്ന അവൻ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാണ്. പൊൻനിലവിളക്കുകൾ സഭകളെ സൂചിപ്പിക്കുന്നു. സഭകളുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം നിരന്തരമായി വ്യാപരിക്കുന്നു എന്നാണ് അർത്ഥം. സഭകളെ വഹിക്കുകയും സംരക്ഷിക്കുകയും മാത്രമല്ല, പ്രവർത്തനോന്മുഖനായി ചൈതന്യം നൽകുകയും ചെയ്യുന്ന സഭാനാഥനാണ് ക്രിസ്തു. എഫെസോസിലെ സഭാജനങ്ങളെപ്പറ്റി അഭിപ്രായ പ്രകടനം ഇവിടെ യോഹന്നാൻ നടത്തുന്നുണ്ട്. അവരുടെ പ്രയത്നത്തെ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു പുകഴ്ത്തുന്നു. പ്രയത്നം അല്ലെങ്കിൽ അധ്വാനം എന്ന പദം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിലുണ്ട്. കർത്താവിൽ അധ്വാനിക്കുന്നവരായ തുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ എന്ന് റോമാലേഖനം 16 അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അവരെല്ലാവരെക്കാളും താൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നു. തൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് സംശയിക്കുന്നു. ഇവിടെയെല്ലാം മറ്റ് എല്ലായിടത്തും പോലെ കഠിനാധ്വാനത്തെ കുറിക്കുന്ന മൂലപദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രിസ്തുവിന് വേണ്ടി ശരീരാത്മദേഹികളെ സമ്പൂർണമായി വ്യയം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു എഫെസോസിലെ ക്രിസ്ത്യാനികളുടെ സുസ്ഥിരമായ സഹിഷ്ണുതയെ പുകഴ്ത്തുന്നു. നിസ്സഹായതയിലുള്ള കീഴ്പ്പെടലല്ല, ധീരമായ വെല്ലുവിളിയോടുകൂടി മടി കൂടാതെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുന്നതാണ് സഹിഷ്ണുത. പുരാതനത്വത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്ന സാഹചര്യം, എഫെസോസിൽ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും
വ്യാജ അപ്പോസ്തലന്മാരെ ശോധന ചെയ്ത് കള്ളന്മാരെന്ന് തെളിയിച്ചത് നിമിത്തം ഉയിർത്തെഴുന്നേറ്റ കർത്താവ് അവരെ പുകഴ്ത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും എഫെസോസിലെ സഭയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രയത്നവും അധ്വാനവും ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ദീർഘക്ഷമയോടെ സഹിക്കുന്നതും ആദിമസഭകളിൽ കൊള്ളരുതാത്ത മനുഷ്യർ നുഴഞ്ഞു കയറുമെന്ന് യേശു ക്രിസ്തുവും മത്തായി 7:15 പറയുന്നു. പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത് ഈ കൊള്ളരുതാത്തവരിൽ പല തരക്കാരുണ്ടാവും. ക്രിസ്ത്യാനികളെ യഹൂദ ന്യായപ്രമാണത്തിൻ്റെ കുടുക്കിൽ ചാടിക്കാൻ പ്രസംഗിച്ചു വന്ന മതപ്രവർത്തകർ പൗലോസ് പോകുന്നിടത്തെല്ലാം പുറകെ ചെന്നിരുന്നു. അങ്ങനെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു വിമർശനം എഫെസോസിന് നേരെ തൊടുത്തു വിട്ടുകൊണ്ടാണ് അതിൻ്റെ കാതലായ അംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ട് കാര്യം അതിൽ വളരെ പ്രധാനമായും പറയുന്നു. പ്രാരംഭകാലത്തുണ്ടായിരുന്ന ശുഷ്കാന്തി കുറഞ്ഞുപോയി എന്നോ, അല്ലെങ്കിൽ അന്നത്തെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും പിൽക്കാലത്ത് അപ്രത്യക്ഷമായി എന്നോ, ഒരുപക്ഷെ ഇത് രണ്ടും കൂടിയോ ആകാം. നിന്റെ യുവപ്രായത്തിലെ മനസ്സലിവും വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ എഫെസോസ് സഭയെ ഓർക്കണം. അതുപോലെ തന്നെ ആദ്യകാലത്ത് പരസ്പര സ്നേഹവും കരുതലും വിശ്വാസികൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദോഷങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ പഴിച്ച് തള്ളാനുമൊക്കെ ഉള്ള തീക്ഷ്ണത വർദ്ധിച്ചപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവാണ് ഇന്ന് നമ്മെക്കുറിച്ചും കർത്താവിന് പറയാനുള്ളത്. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മടങ്ങി വരാൻ നമ്മെ നിർബന്ധിക്കുന്നു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ആദ്യ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ നമുക്കത് മടങ്ങി വരേണ്ടതുണ്ട്. മടങ്ങി വരാഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിക്കുക എന്നത് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ ചിന്തിക്കാനിരിക്കുന്നു. അതുകൊണ്ട് മടങ്ങി വരവിൻ്റെ ആഹ്വാനം നമുക്ക് നൽകുമ്പോൾ അതിനെ തള്ളിക്കളയാതിരിക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് ഒരിക്കലും കുറഞ്ഞു പോകുവാൻ, വഴുതിപ്പോകുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കൈകളിൽ വഹിച്ചിരിക്കുന്ന ദൈവമാണല്ലോ. 7 പൊൻനിലവിളക്കുകൾ കൈകളിൽ ഏന്തി നിൽക്കുന്ന ചിത്രം ഞങ്ങളെ ഓർപ്പിച്ചു. കർത്താവ് ഞങ്ങളെ കൈകളിൽ വഹിക്കുന്നു, സൂക്ഷിക്കുന്നു. മുഴുവനുമായും അതിൻ്റെ ഭാരം ചുമക്കുന്നവനാണ്. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം, കൃപയും ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിക്കണമേ. സങ്കടകരമായ അനുഭവങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ പ്രവർത്തികളിലും യാത്രകളിലും ഞങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും ദൈവനമ്പുരാൻ്റെ കരുതൽ കൂടെ ഇരിക്കണം. ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം നൽകണമേ. യേശുമിശിഹാ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ ആവശ്യങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.